എന്തുകൊണ്ടാണ് ന്യൂ ഇയർ റെസൊല്യൂഷൻസ് പലപ്പോഴും ഫെയിൽ ആവുന്നത്? മറ്റു പല ട്രെൻഡുകളുടെയും കാര്യത്തിൽ ആ ട്രെൻഡിൻ്റെ ഭാഗമാകാൻ, ജസ്റ്റ് ആ ട്രെൻഡിലേക്ക് എൻറോൾ ചെയ്യാനുള്ള എഫേർട്ട് മാത്രം മതി ആ ട്രെൻഡ് കംപ്ലീറ്റ് ആവാൻ, അതിനുള്ള കമ്മിറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആവാൻ. പക്ഷേ ന്യൂ ഇയർ റെസൊല്യൂഷൻസിൻ്റെ കാര്യത്തിൽ അതിൽ ജോയിൻ ചെയ്യാൻ, അതിലേക്ക് ജസ്റ്റ് ഒന്ന് എൻറോൾ ചെയ്യാൻ വളരെ മിനിമം എഫേർട്ട് മതി. അത് വളരെ വലിയൊരു ട്രെൻഡാണ്. അതുകൊണ്ട് ഒരുപാട് പേര് അതിലേക്ക് എൻറോൾ ചെയ്യുന്നു. ആ സമയത്ത് കൂട്ടത്തിൽ കൂടാൻ എളുപ്പമാണ്. പക്ഷേ പൂർണ്ണമായിട്ടുള്ള കമ്മിറ്റ്മെൻറ്റോട് കൂടി അത് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഒരു വർഷം അല്ലെങ്കിൽ മാസങ്ങളെടുക്കും. മാസങ്ങളുടെ എഫേർട്ട് ആവശ്യമാണ്. അത്രയും എഫേർട്ട് ഇതിൽ ജോയിൻ ചെയ്യാനില്ല, എൻറോൾ ചെയ്യാനില്ല. അതുകൊണ്ട് ഒരുപാട് പേര് എൻറോൾ ചെയ്യുകയും എന്നാൽ മാത്രം എഫേർട്ട് എടുക്കാൻ കഴിയാത്തതുകൊണ്ട് ഒരുപാട് പേര് അതിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ആവുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ന്യൂ ഇയർ റെസൊല്യൂഷൻസ് പലപ്പോഴും സഫലമാവാത്തത്, വിജയിക്കാത്തത്. പിന്നെ ന്യൂ ഇയർ റെസൊല്യൂഷൻസിനെ ചുറ്റിപ്പറ്റി ഇത് വിജയിക്കാത്തൊരു സംഗതിയാണ്, ഇത് ഫെയിൽ ആവാൻ വേണ്ടിയിട്ടുള്ളൊരു സംഗതിയാണ് എന്നുള്ളൊരു സ്റ്റോറി കൂടി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ മിക്കവാറും പേര് അത്രയും സീരിയസ്നെസ്സോട് കൂടി മാത്രമേ ഇതിനെ